എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് തന്നെ ഒത്തിരി പേര് നല്ല കമൻസ്, ഒരുപാട് അനുഭവം കിട്ടിയതായിട്ട്, നല്ല അനുഭവങ്ങൾ കിട്ടിയതായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെയും പലരും, അതായത് ഞാൻ കണ്ടിരുന്നു, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫലം കാണുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ട്രയലിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ട്രയൽ നോക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഏത് പ്രാർത്ഥനയായാലും നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വരാഹി അമ്മ എന്ന് പറയുന്നത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പഞ്ചമി ദേവി, വാർത്താളി, പന്നിമുഖി, ദണ്ഡനാഥ, അങ്ങനെ പല നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. വരാഹി ദേവി എന്ന് പറയുന്നത് മറ്റു ദൈവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക പവറാണ്. വരാഹി അമ്മയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് വരാഹി അമ്മ. വരാഹി അമ്മയുടെ ഉത്ഭവം, അല്ലെങ്കിൽ വരാഹി അമ്മ എന്താണ് എന്നുള്ളൊരു ഐഡിയ ആദ്യം ഉണ്ടായിരിക്കണം. അതിലൂടെയാണ് നമുക്ക് വിശ്വാസം വരേണ്ടത്. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അതിനൊരു ഫലമുണ്ടാവുള്ളൂ. പല കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യത്തിലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതെ. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എന്നെ അങ്ങനെ മാറ്റിയെടുത്തത് എൻ്റെ ദേവി തന്നെയാണ്. ഏതൊരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നെ ഞാനാക്കി, എൻ്റെ ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ അവിടെ ഒരു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്നെ ബോൾഡാക്കി എന്നെ മാറ്റിയത്, അല്ലെങ്കിൽ എന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ എന്നെ ഫോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളത് ദേവിക്കറിയാം. സോ അതുപോലെ എനിക്കിപ്പോഴും നിന്ന് പോകാൻ കഴിയുന്ന ദേവിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിലൊരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. അത്രയും നല്ല രീതിയിലായിരുന്നു ഉച്ചരിക്കേണ്ടത് വാക്കുകൾ. അതുപോലെ ദേവിയുടെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ള സമയം ചൂസ് ചെയ്താൽ അത്രയും ഉത്തമമായിരിക്കും. കാര്യം രാത്രി ദേവി അല്ലെങ്കിൽ നിദ്രാദേവി എന്നും കൂടി ഒരു നാമമുണ്ട് ദേവിക്ക്. രാത്രി കാലങ്ങളിലാണ് ദേവി കൂടുതലും ആക്റ്റീവായിരിക്കുക. ദേവിയുടെ മന്ത്രം ഏറ്റവും കൂടുതൽ ഫലിക്കുന്നതും രാത്രിയാണ്. പഞ്ചമി തിഥി എന്ന് പറയുന്ന ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. അന്ന് വളരെ വിശേഷാൽ പൂജകളും കാര്യങ്ങളുമൊക്കെ ദേവീക്ഷേത്രങ്ങൾ, അതായത് വാരാഹി ദേവി ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ വളരെ വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ചമി ദിവസം. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്. ഇന്ന് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ. അപ്പം ഞാനത് എടുത്ത് പറയാൻ കാര്യം പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഞാൻ ട്രിവാൻഡ്രത്തായതുകൊണ്ടും എനിക്ക് വരാഹി ദേവി എന്ന് പറയാനായിട്ട് എനിക്കിവിടെ അടുത്ത് ഈ ഒരു അമ്പലമാണുള്ളത്. പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാ ആളുകളും ചേർന്ന് ആ അമ്പലം വലിയൊരു അമ്പലമായി. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടുന്നതുകൊണ്ട് ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരാളുടെ പേരിൽ ഒരു ഭക്തനായിരിക്കും ചിലപ്പം ഇന്നത്തെ സമൂഹ സദ്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും. അത്രയും അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. നിങ്ങളവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം. അവിടെ വഴിപാടെന്ന് പറയാനായിട്ട് നാളികേര വഴിപാട്, അതായത് നാളികേര ദീപം, അതുപോലെ നവദീപം, അങ്ങനെ ഈ 2 രീതിയിലുള്ള വഴിപാടുകളാണ് അവിടെ നടത്തി വരുന്നത്. അപ്പോൾ നവദീപം എന്ന് പറയുന്നത് ദുർഗാദേവിക്കുള്ളതാണ്. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദുർഗാദേവിക്ക് നടയിൽ വെക്കുന്നതാണ് ഈ നവദീപം. നാളികേര ദീപം വെക്കുന്നത് വാരാഹി അമ്മയ്ക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു വഴിപാട് എനിക്ക് തോന്നുന്നു ഒരു 400 രൂപയ്ക്കുള്ളിൽ തന്നെ കഴിയുമെന്ന് തോന്നുന്നു. ഏകദേശം എമൗണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ ഇത് അവിടെ രസീത് എഴുതിയ ശേഷം നവദീപം ആദ്യം
എടുത്തിട്ട് നമ്മൾ ദുർഗാദേവിയുടെ നടയിൽ ആദ്യം 3 തവണ ആരതി ഒഴിഞ്ഞ് കാര്യം മനസ്സിൽ വിചാരിച്ച് ചുറ്റമ്പലം മൊത്തം ചുറ്റി വന്ന് ദുർഗാദേവിയുടെ നടയിലാണ് ഈ നവദീപം സമർപ്പിക്കുക. അവിടെയാണ് വയ്ക്കേണ്ടത്. അത് കഴിഞ്ഞതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് നാളികേര ദീപം എടുക്കുക. ഈ ദീപം തെളിയിക്കാനായിട്ട് അവിടെ തന്നെ ഫ്രണ്ടിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ തിരിയെടുത്ത് ഇത് തെളിയിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വാരാഹി അമ്മയുടെ നടയിൽ വന്നിട്ട് അവിടെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് നാളികേര ദീപം 3 തവണ ആരതി ഒഴിഞ്ഞ് ദേവിയുടെ നടയിൽ ആരതി ഒഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് ചുറ്റമ്പലം മൊത്തം ചുറ്റി വന്ന് ദേവിയുടെ നടയ്ക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ശരിക്കും ഈ ഒരു വഴിപാടാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനടക്കമുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. അത് അറിയാത്തവർക്കായിട്ട് അത് ഉപയോഗപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എനിക്കിവിടെ അടുത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമാണ്. അപ്പം നിങ്ങൾക്കും എന്താ പറയുക, ഈ എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ അവിടെയൊക്കെ ഉണ്ട് ദേവീക്ഷേത്രങ്ങളുണ്ട്, വാരാഹി ദേവി ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ഈ ഗ്രഹങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷ്ഠകളുള്ള അടുത്ത് വാരാഹി അമ്മയുടെ പ്രതിഷ്ഠയും വരാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നാമജപം ഏതാണെന്ന് ഞാൻ പറയാം. കൂടെ ജപിക്കുക. 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ. ഓം അന്ധേ അന്ധിന്യേ നമഃ. ഓം രുന്ധേ രുന്ധിന്യേ നമഃ. 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 ഓം അന്ധേ അന്ധിന്യേ നമഃ. ഓം രുന്ധേ രുന്ധിന്യേ നമഃ.